ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ യു എസ് എസ്. അപ്പോൾ നമ്മൾ യു എസ് എസ് അല്ലെങ്കിൽ നമ്മളെ സി എം കിഡ്സ് യു പി എന്ന് പറയുന്ന എക്സാമിൻ്റെ അല്ലേ, നമ്മൾ യു എസ് എസിൻ്റെ പേരൊക്കെ മാറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സി എം കിഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സേഫ് ഫുഡ് അല്ലെങ്കിൽ സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്റർ, അതായത് 7ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബേസിക് സയൻസ് ആയിക്കോട്ടെ, നമ്മൾ മാത്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് 1 minute 1 mark എന്ന് പറയുന്ന സീരീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷങ്ങളിൽ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നതൊക്കെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആയിരിക്കും. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലേക്ക് കിടക്കാം. സോ സേഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്, among the following logos which one is not related to the quality of food items? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതുമായി പെടാത്തതാണ് കേട്ടോ, നോട്ട് റിലേറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ബന്ധപ്പെട്ട ലോഗോ അല്ലാത്തത് ഏത്? യെസ്, കറക്റ്റാണ്. ബന്ധപ്പെട്ട ലോഗോ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റാണ്. സോ നമുക്ക് ഏതൊക്കെയാണ് മുദ്രകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ലോഗോകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലോഗോ അല്ലെങ്കിൽ മുദ്രകൾ ഏതൊക്കെയാണ് നോക്കാം. ഇത് ISI മുദ്രയാണ്. ISI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ്. സോ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ, അതുപോലെ തന്നെ സ്റ്റീൽ ഐറ്റംസ്, അതുപോലെ തന്നെ കമ്പികൾ, അയൺ ബാർസ്, ഇതിൻ്റെയൊക്കെ ഗുണനിലവാരം നോക്കുന്നത് ISI ആണ്. സോ നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ കുക്ക്വെയർസിൻ്റെ മുകളിൽ, അതായത് നമ്മളെ മെറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ലോഹങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റും ISI മുദ്ര. അതിൻ്റെ ഗുണനിലവാരം അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. ഇത് അഗ്മാർക്കാണ്. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മാർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൃഷിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റിന്, ലൈക്ക് നമ്മുടെ നെയ്യാവട്ടെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിൽസ് ആവട്ടെ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഗ്മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഗ്മാർക്ക് കാണാൻ പറ്റും. ഇനി FSSAI അത് നമ്മുടെ ഫുഡ് ഐറ്റംസിലെല്ലാം ഉണ്ടാവും. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്, അതായത് ഫുഡിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡും നിശ്ചയിക്കുന്ന ഒരു അതോറിറ്റിയാണ്. സോ അവരുടെ ലോഗോയാണ് FSSAI എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നാണ്, ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഓർഡർ എന്നാണ് FPO എന്ന് പറഞ്ഞാൽ. നമ്മളെ ഫ്രൂട്ട് ഐറ്റംസിൽ അല്ലെങ്കിൽ നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ വരുന്ന അല്ലെ, നമ്മളെ പഴങ്ങളൊക്കെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കടകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്കൊക്കെ കാണാൻ പറ്റും. അവർ വന്നിട്ടുള്ള ബോക്സിലൊക്കെ നമുക്ക് FPO കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭക്ഷ്യവസ്തുക്കളുമായിട്ട് അതിൻ്റെ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ISI അങ്ങനെയല്ല. ISI നമ്മുടെ അയൺ ബാർ അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ഗുണനിലവാരം മെച്ചപ്പെട്ടതാണോ അല്ലേ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ISI എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ A ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അഗ്മാർക്ക് ഈസ് റിലേറ്റഡ് ടു വാട്ട്? അഗ്മാർക്ക് മുദ്ര ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണ്, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം തെളിയിക്കുന്ന അല്ലെ, ഗുണനിലവാരം പറയുന്ന ഒരു ലോഗോ ആണ്. ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് എന്ത് അഗ്മാർക്ക് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആ കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അതുപോലെ തന്നെ പ്യൂരിറ്റി ഓഫ് ഗോൾഡിൻ്റെ പ്യൂരിറ്റി നോക്കുന്നത് BSI എന്ന് പറയുന്നതാണ് കേട്ടോ. BSI എന്നാണ് പറയുക. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, എക്കോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ട്രീയുടെ ഒരു ലോഗോ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അതായത് വൈദ്യുത ഉപകരണങ്ങളുടെ എഫിഷ്യൻസി കാര്യക്ഷമതയും നോക്കുന്നതും ISI ആണ് കേട്ടോ. അതും ISI ആണ്. സോ പക്ഷേ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് അല്ല. നമ്മളെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമ്മളെ വൈദ്യുതി എന്ന് പറയുന്ന അല്ലേ, നമ്മുടെ വൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്, വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, ആ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതെന്ത് ചെയ്യാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് അജിനോമോട്ടോ? ഏത് രാസവസ്തുവാണ് അജിനോമോട്ടോ എന്നറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ MSG എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയുന്ന ഒരാളാണ് കേട്ടോ. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം വരുന്നത്, അല്ലെങ്കിൽ
അതിൻ്റെ രാസനാമം വരുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ്. സോ അതാണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. അത് എന്താണ്, ഭക്ഷണങ്ങളിലൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ചൈനീസ് ഫുഡ് ഐറ്റത്തിലൊക്കെ നമ്മൾ കൂട്ടുന്ന ഒരു കാര്യമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. സോ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അജിനോമോട്ടോയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ് നമ്മളെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following statement regarding adulteration is not true? മായം ചേർക്കുന്നതിനെ കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസ് ടു ഫുഡ് ഐറ്റംസ് ഈസ് അഡൾട്രേഷൻ. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ള വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ചേർക്കുന്നത് മായമാണ്. ശരിയല്ല, അത് ട്രൂ ആണ്. സോ നമ്മളോട് നോട്ട് ട്രൂ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഓപ്ഷൻ എ എന്തല്ല, നമ്മളെ റൈറ്റ് ആൻസർ അല്ല. ഇനി സെല്ലിംഗ് ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി കോമ്പണൻസ് ക്യാൻ ബി ബ്രാൻഡഡ് ആസ് അഡൾട്രേഷൻ. അതായത് ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നത് മായം ചേർക്കലിൻ്റെ പരിധിയിൽ വരും എന്ന് പറയുന്നത് ശരിയല്ലേ? നമ്മളൊരു ക്വാളിറ്റി ഐറ്റത്തിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാത്തൊരു കാര്യം ആഡ് ചെയ്യുന്നതും അഡൾട്രേഷൻ ആണ് അല്ലേ? സോ അതെന്താണ്, അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി നമ്മൾ ആൻസർ ആയിട്ട് വരില്ല. ഇനി അൺഓതറൈസ്ഡ് അഡീഷൻ ഓഫ് കളേഴ്സ് ടു ഫുഡ് ഐറ്റംസ് ടു ഗിവ് ദ അപ്പിയറൻസ് ഓഫ് ക്വാളിറ്റി ഈസ് അഡൾട്രേഷൻ. അതായത് ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായിട്ട് നമ്മൾ നിറങ്ങൾ ചേർക്കുന്നത് എന്താണ്, നമ്മൾ കളർ ചേർക്കുന്നത് എന്താണ്, മായമാണ് അല്ലേ? മായമാണ്. സോ ഇതും ട്രൂ ആണ്. സോ നമ്മളെ ആൻസർ ഓപ്ഷൻ സിയും അല്ല. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. ഇനി മാനിപ്പുലേഷൻ ഓഫ് ദ വെയിറ്റ് ആൻഡ് മെഷർ ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് അഡൾട്രേഷൻ. അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് മായമാണോ? ആണോ? അളവിലും തൂക്കത്തിലും കാണിക്കുന്നത് എന്താണ്, മായമാണോ? മായം എന്ന് വിളിക്കില്ല കേട്ടോ, അതിനെ അഡൾട്രേഷൻ എന്നല്ല വിളിക്കുക. നമ്മൾ ഗുഡ് ക്വാളിറ്റി ഐറ്റത്തിൽ ചീപ്പർ ആയിട്ടുള്ള പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക, ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ അഡൾട്രേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ എന്താണ് അഡൾട്രേഷൻ എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് poor quality substance to the food items is called adulteration. Selling food items after the removal of its quality components and unauthorized addition of colors to the food items to give the appearance of quality can also be branded as adulteration. Adulteration is punishable by law. അതായത് ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുന്നതുമാണ് മായം ചേർക്കൽ. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നമ്മൾ നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെ. ഭക്ഷ്യ വസ്തുക്കളിൽ മായം ചേർക്കുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യൻ ലോ പ്രകാരം ശിക്ഷാർഹമാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ഓൺ ചെയ്യുക. വെയിറ്റ് കുറയ്ക്കുന്ന മായം ചേർക്കലല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ പോവാം. വിച്ച് അഡൾട്രൻ ക്യാൻ ബി പ്രോബബ്ലി ബി ആഡഡ് ടു പെപ്പർ? കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആവരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് നമ്മൾ മായങ്ങളായിട്ട് ചേർക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അഡൾട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്. പെപ്പറിൽ നമ്മൾ ആഡ് ചെയ്യുക ഡ്രൈഡ് പപ്പായ. പെപ്പറിൽ ആഡ് ചെയ്യുക ഡ്രൈഡ് പപ്പായ സീഡ്, മിനറൽ ഓയിൽ കോട്ടിംഗ് ഒക്കെയാണ് എന്ത് ചെയ്യുക. അതായത് പെപ്പറിൽ എന്ത് ചെയ്യും, ഡ്രൈഡ് പപ്പായ അതായത് പപ്പായക്കുരു എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതുപോലെ തന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പോസിബിൾ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ അൺഈസിനെസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിന് കുറച്ച് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ലിവർ ഡിസീസ് അതായത് കരളിന് കുറച്ച് പ്രശ്നങ്ങൾ വരും. അതാണ് അവിടെ ഉണ്ടാവാൻ പോകുന്ന ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി പരിപ്പ് അല്ലെങ്കിൽ നമ്മൾ ദാലിലാണെങ്കിൽ കേസരി ദാൽ എന്ന് പറയുന്ന ഗുണനിലവാരമില്ലാത്തൊരു ദാലുണ്ട് അല്ലെങ്കിൽ പരിപ്പുണ്ട്, കേസരി പരിപ്പ്. സോ അതെന്ത് ചെയ്യും, അത് ന്യൂറോപാത്തിക് പെയിൻ ആൻഡ് നംനെസ് അതായത് നമ്മൾ ന്യൂറോ അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിലേക്കൊക്കെ പോകുന്ന സിഗ്നൽസ് കൊണ്ടുപോകുന്നതാണ് ന്യൂറോൺസ് വിളിക്കുക. ഓക്കെ, നാഡീകോശങ്ങൾ എന്ന് പറയാം. സോ നാഡീകോശങ്ങളിൽ അവിടെ ഒരു പെയിനും അതുപോലെ തന്നെ നംനെസ് ഒക്കെ എന്ത് ചെയ്യും, ന്യൂറോപാത്തിക് പെയിൻ ആൻഡ് നംനെസ്, നമുക്കൊരു പെയിനും നംനെസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ക്ഷീണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും വരും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി മിൽക്കിൽ ചേർക്കുന്നത് വാട്ടർ, സ്റ്റാർച്ച്, അന്നജം, അതുപോലെ തന്നെ റൈസ് വാട്ടർ, കഞ്ഞിവെള്ളക്കാണ് മായമായിട്ട് ചേർക്കുന്നത്. റെഡ്യൂസസ് ദ ക്വാളിറ്റി, മിൽക്കിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും എന്നാണ് പറയുന്നത്. അതാണ് അവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാൽഷ്യവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇനി ചില്ലി പൗഡറിൽ നമ്മൾ എന്താ ചേർക്കുക, മായം ചേർക്കുന്നത് ബ്രിക് പൗഡറാണ്.
സ്റ്റൊമക് ലിവർ ഡിസീസ്, അതായത് വയറിനും കരളിലും എന്ത് ചെയ്യും, ഡിസീസ് വരും. ഇനി ഷുഗറിൽ ചേർക്കുന്നത് ചോക്ക് പൗഡർ, റവ, ഫൈൻ സാൻഡ്, അതായത് മണൽത്തരികൾ, ചെറിയ മണൽത്തരികൾ, റവ, അതുപോലെ തന്നെ ചോക്കിൻ്റെ പൊടി, അതെന്ത് ചെയ്യും, ചോക്ക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൊമക്കും ലിവർ ഡിസീസ് എന്ത് ചെയ്യും, നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടീ പൗഡറിൽ ആർട്ടിഫിഷ്യൽ കളർ, ടീക്ക് കളർ കൊടുക്കുന്ന ഒരു ടീ പൗഡറിന് ഒരു എക്സ്ട്രാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യും. അതൊരു മായം ചേർക്കലാണ്, സ്റ്റൊമക് ഡിസീസാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ജാഗറി അല്ലെങ്കിൽ ശർക്കരയിൽ അതിൻ്റെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് റൊഡോമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫാറ്റൽ ഡിസീസ് ലൈക്ക് ക്യാൻസർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റൊഡോമിൻ ബി എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ കാരണം. സോ ഇതിൽ നിന്ന് നമ്മൾ ഈസിലി മനസ്സിലാക്കി നമ്മളെ പെപ്പറിൽ ആഡ് ചെയ്യുന്നത് ഡ്രൈഡ് പപ്പായ സീഡാണ്, അല്ലെങ്കിൽ പപ്പായ കുരുവാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചേർക്കുന്നത്. സോ പപ്പായ സീഡാണ് അവിടെ അഡൾട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പെപ്പറിൽ അഡൾട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പപ്പായ കുരുവാണ്, അല്ലെങ്കിൽ മിനറൽ ഓയിൽസ് ആണ് ചേർക്കുന്നത്. ഓക്കെ, സോ അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്? താഴെ പറയുന്നവയിൽ പ്രിസർവേറ്റീവ് ആയി ഉപയോഗിക്കാത്ത പദാർത്ഥം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, സോഡിയം ബെൻസോയേറ്റ്, അതായത് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അതുപോലെ തന്നെ സോഡിയം ബെൻസോയേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രിസർവേറ്റീവ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാത്തത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അജിനോമോട്ടോയാണ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാത്തത് കേട്ടോ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. കാരണം സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചാറിൽ, അങ്ങനെയുള്ള നമ്മുടെ പിക്കിൾസിൽ, ഇതിലൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഉപ്പ് ലായനി നമുക്കറിയാം അല്ലേ, നമ്മൾ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. സോ അതെന്താണ്, പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഷുഗർ സൊല്യൂഷൻ എന്താണ്, ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യും. ലൈക്ക് ചെറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് ഷുഗർ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, അതിൻ്റെ പ്രിസർവേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വഴികൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്, അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്നവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈസ്, അരി, അതുപോലെ തന്നെ മുളക്, വറ്റൽമുളക്, ചില്ലി എന്ന് പറയുന്നത് വറ്റൽമുളകാണ്. പൾസസ്, അതായത് ധാന്യങ്ങൾ, കൊണ്ടാട്ടങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ ഉണക്ക് സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഉപ്പ് ലായനിയിൽ വെക്കുന്നതാണ്. ഗൂസ്ബെറി, അല്ലെങ്കിൽ നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ നാരങ്ങ, ലെമൺ, ദെൻ ഹോക്ക് പ്ലം അഥവാ നമ്മൾ അമ്പഴങ്ങ, ഇതൊക്കെ ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നവയാണ്. ഇനി പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ, അതായത് ഷുഗർ സൊല്യൂഷനിൽ സൂക്ഷിക്കുന്നത് ഏതൊക്കെയാണ്, പഞ്ചസാര ലായനിയിൽ വെക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെറി, പൈനാപ്പിൾ, പപ്പായ, ജാക്ക് ഫ്രൂട്ട്. ചെറി, അതുപോലെ തന്നെ ചക്ക, പപ്പായ, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത്. ഇനി പ്രിസർവ്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ, ചെറിയൊരു ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, മിൽക്ക് അഥവാ പാൽ, പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഓർ പച്ചക്കറികൾ, കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാകം ചെയ്ത ഭക്ഷണ വസ്തുക്കൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ വെക്കും. യോഗട്ട് അല്ലെങ്കിൽ അഥവാ തൈരും എന്ത് ചെയ്യും, നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ വെക്കാം. ഇനി പ്രിസർവ്ഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ, അതായത് വായു നിബദ്ധമായ അടച്ച് സൂക്ഷിക്കുന്നവ, അതായത് വായു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബിസ്ക്കറ്റ്, ചിപ്സ്, നട്ട്സ്, ആൽമണ്ട് ആണ് കേട്ടോ, അല്ലെങ്കിൽ ബദാം, അണ്ടിപ്പരിപ്പൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. സോ ഇതിലൊന്നും നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ അജിനോമോട്ടോനെ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവ് ആണ്. അത് നമ്മൾ കൂടുതൽ കാലം നമ്മൾ പിക്കിൾസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു പ്രിസർവേറ്റീവ് ആണ് എന്ത്, നമ്മൾ സോഡിയം ബെൻസോയേറ്റ്. നമ്മൾ ചിപ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഡിയം ബെൻസോയേറ്റ് ഒരു കെമിക്കലാണ്, അതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, സോഡിയം ബെൻസോയേറ്റ്. ഓക്കെ, സോ വയറിനൊക്കെ അസുഖം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ് സോഡിയം ബെൻസോയേറ്റ്, അതും കൂടി മനസ്സിലാക്കണം. ഇനി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് യൂസ് ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൻ്റെ രുചി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. while choosing fish from the market which is to be avoided, അതായത് മാർക്കറ്റിൽ നിന്ന് മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽസ്, അതായത് ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറത്തിലുമുള്ളത് ആയിരിക്കണം. അതായത് ചെകിളപ്പൂക്കൾ പിങ്ക് നിറത്തിലാണെങ്കിൽ അത് ഫ്രഷ് ആണെന്നാണ്, അതായത് അത് പുതിയ മീനാണെന്നാണ് അത് തെളിയിക്കുന്നത്. സോ അതെന്ത് ചെയ്യണം, നമ്മൾ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതെന്ത് ചെയ്യില്ല, നമ്മൾ ആൻസർ ആയിട്ട് വരില്ല.
നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇൻടാക്ട് ഐസ് വിത്ത് നോർമൽ കളർ, അതായത് കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറത്തിലുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതും ഫ്രഷ് മീനാണെന്നാണ് തെളിയിക്കുന്നത്. സോ ഇതും എന്തല്ല, നമുക്ക് ഒരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ബിയും റോങ് ആണ്. ഇനി when the finger pressed over the fish is released, the depressed part of the flesh does not restore its shape. അതായത് വിരൽ കൊണ്ട് നമ്മൾ അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകാത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ചീത്തയായ മീനാണെന്നാണ്, അല്ലെങ്കിൽ കേടുവന്ന് സ്പോയിൽഡ് ആയിട്ടുള്ള ഫിഷ് ആണെന്നാണ് അത് തെളിയിക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫിഷിൻ്റെ മുകളിൽ അമർത്തുന്ന സമയത്ത് അത് തിരിച്ചു വരണം. ഫ്രഷ് മീനാണെങ്കിൽ അത് തിരിച്ചു വരും. പക്ഷേ പഴകിയ മീനാണെങ്കിൽ എന്ത് ചെയ്യും, അത് താഴെ തന്നെ നിൽക്കും. അതിൻ്റെ ഷേപ്പ് റീഫോം ചെയ്യില്ല, അത് തിരിച്ച് അതിൻ്റെ നമ്മളെ മസിൽസൊക്കെ റബ്ബർ പോലെയാണ്. അതെന്ത് ചെയ്യും, നമ്മൾ അമർത്തുന്ന സമയത്ത് തിരിച്ചു വരാനാണ് നോക്കുക. ഫ്രഷ് ആണെങ്കിൽ. ഫ്രഷ് അല്ലെങ്കിലോ അത് അവിടെ തന്നെ നിൽക്കും, നമ്മൾ അമർത്തിയ അതേപോലെ തന്നെ നിൽക്കും. സോ അതെന്താണ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഇങ്ങനെയുള്ള മീനുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ സെലക്ട് ചെയ്യരുത്. അതെന്തായിരിക്കും, കേടുവന്ന അല്ലെങ്കിൽ പഴകിയ മീനായിരിക്കും. ഇനി സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ, അതായത് പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായിരിക്കണം. അതെന്താണ്, അത് ഫ്രഷ് മീനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫിഷിലായിരിക്കും ഇത് കാണാൻ പറ്റുക. സോ ഇതും ഒരിക്കലും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരില്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഫ്രഷ് മീനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അപ്പിയറൻസ് ഉണ്ടാവുക. റോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴകിയ മീനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അതിൻ്റെ കളറിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ അമർത്തുന്ന സമയത്ത് അത് തിരിച്ച് അതിൻ്റെ ഷേപ്പിലേക്ക് വരില്ല. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞതായിരിക്കും, സങ്കടമായിരിക്കും അതിൻ്റെ ഐസൊക്കെ. അതുപോലെ തന്നെ ചെകിളപ്പൂക്കളുടെ നിറത്തിലും എന്തുണ്ടാവും, വ്യത്യാസങ്ങളുണ്ട്. ഗിൽസിൻ്റെ ആ ഒരു പ്രസൻസിലും ഡിഫറൻസ് ഉണ്ടാവും എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. സോ ഇതെല്ലാം നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിഷിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫ്രഷ് ആണോ അല്ലേ എന്ന്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which among the following statements regarding pasteurization is not correct? പാസ്ചറൈസേഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാലിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പാലിനെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാലിനകത്തുള്ള മൈക്രോബ്സിനെ, ചെറിയ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡ്, ആദ്യത്തെ 30 സെക്കൻഡ് പാലിനെ 70 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ ബോയിൽ ചെയ്യും. പെട്ടെന്ന് തന്നെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള ഒരുപാട് മൈക്രോബ്സ് ഉണ്ടാവും. ആ മൈക്രോബ്സിൻ്റെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം അതെന്ത് ചെയ്യും, പൊട്ടിപ്പോവും. കോശസ്തരവും അതുപോലെ തന്നെ അതിന് കോശത്തിന് എന്തുണ്ടാവും, കോശഭിത്തിയും ഉണ്ടാവും കേട്ടോ. ബാക്ടീരിയ, സർട്ടൻ ബാക്ടീരിയസ് സെൽ വാൾസ് അല്ലെങ്കിൽ കോശ ഭിത്തികളും ഉണ്ടാവും. അതെന്ത് ചെയ്യും, പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഓർഗാനിസം നശിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യമാണ് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിൽക്ക് സൊസൈറ്റികളിലൊക്കെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നടത്തും. എന്നിട്ടാണ് നമ്മൾ വീടുകളിലേക്കൊക്കെ പാക്കറ്റുകളായിട്ട് മിൽക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്, പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗമാണ്. യെസ്, അത് പാലിലാണ് ആദ്യം കണ്ടെത്തിയുള്ളത്. സോ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നമ്മളോട് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഇതല്ല റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരില്ല കേട്ടോ. ഇപ്പം നമ്മൾ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരില്ല ഇത്. ഇനി മിൽക്ക് ഈസ് ഹീറ്റഡ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ടു 30 സെക്കൻഡ്സ്, അതായത് 30 സെക്കൻഡ് എന്ത് ചെയ്യും, 30 സെക്കൻഡ് 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും, പാല് ചൂടാക്കിയ ശേഷം കൂൾ ഇറ്റ് ടു 10 ഡിഗ്രി സെൽഷ്യസ് ഇമ്മീഡിയറ്റ്ലി, അതായത് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇതും നമ്മളെ ഓപ്ഷനായിട്ട് വരില്ല. ഇനി ദ പ്രോസസ് വാസ് ഇൻവെന്റഡ് ബൈ ലൂയി പാസ്റ്റർ, പാസ്ചറൈസേഷൻ്റെ ഉപജ്ഞാതാവ് ലൂയി പാസ്റ്റർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്, അദ്ദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ഓപ്ഷൻ സിയും റൈറ്റ് ആണ്, അതുകൊണ്ട് ശരിയല്ലാത്തതല്ല അല്ലെ. ഓൺലി മിൽക്ക് ക്യാൻ ബി പ്രിസർവ്ഡ് ത്രൂ പാസ്ചറൈസേഷൻ, പാൽ മാത്രമേ പാസ്ചറൈസേഷൻ നടത്തി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ശരിയല്ലാത്തത് കേട്ടോ. ഇത് ശരിയല്ല. പാല് മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കേണ്ടത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ കാര്യം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. When a cotton wick was dipped in honey and lighted, it burned with crackling sound. What can be inferred from it? തേനിൽ ഒരു കോട്ടൺ തിരി മുക്കി കത്തിച്ചപ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടായി. ഇതിൽ നിന്നും
മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് തേനിൽ നമ്മൾ ശരിക്കും നമ്മളൊരു കോട്ടൺ തിരി മുക്കി കത്തിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ കത്തുന്നത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കത്തേണ്ടതാണ്. പക്ഷേ അത് കത്തുന്ന സമയത്ത് ഒരു ക്രാക്ലിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ഷുഗറിൻ്റെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പഞ്ചസാര ലായനിയുടെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശർക്കര ലായനി അല്ലെങ്കിൽ ജാഗരയുടെ പ്രസൻസ് ഉണ്ടാവും. ഇതുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അവിടെ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സൂക്രോസിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് അതെന്ത് ചെയ്യുക, ഇങ്ങനെ പൊട്ടൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു പോപ്പിംഗ് സൗണ്ട് അല്ലെങ്കിൽ ക്രാക്ലിംഗ് സൗണ്ട് ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഹണി ഈസ് പ്യുവർ എന്നാണോ, അല്ലെങ്കിൽ ഹണി പ്യുവർ അല്ല, അവിടെ തേൻ പരിശുദ്ധമല്ല അല്ലേ. ഇനി നമുക്ക് നോക്കാം ദ കോട്ടൺ വിക്ക് ഈസ് വെറ്റ്, അതായത് കോട്ടൺ തിരി നനഞ്ഞതാണ്. കോട്ടൺ തിരി നനഞ്ഞതുകൊണ്ടല്ലല്ലോ അവിടെ, അല്ലെങ്കിൽ കോട്ടൺ തിരി കത്തേണ്ടതാണ്. ഇനി ഷുഗർ ഓർ ജാഗ്രി സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ഹണി, തേനിൽ പഞ്ചസാര ശർക്കര ലായനി ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതായിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ സി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഇനി ഹണി ഹീസ് ഓൾഡ്, തേൻ പഴകിയതാണെന്ന് പറയുന്നത്. അതല്ല, തേൻ പഴകിയതുകൊണ്ടല്ല, അവിടെ നമ്മൾ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയോ അവിടെ ചേർത്തിട്ടുണ്ടാവും. ഹണിയിലേക്ക് നമ്മൾ ഷുഗർ ഓർ ജാഗ്രി ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് കാരണമാണ് അവിടെ ആ ഒരു ക്രാക്ലിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ഫുഡ് ഐറ്റംസ് കെപ്റ്റ് ഇൻ എ സൊല്യൂഷൻ റിമെയിൻ അൺസ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം, ഉപ്പ് ലായനിയിൽ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോൾട്ട് പ്രൊട്ടക്ട്സ് ദ ഫുഡ് ഐറ്റംസ് ബൈ കവറിംഗ് ദം, അതായത് ഉപ്പ് ഭക്ഷ്യവസ്തുക്കളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആണോ ഉപ്പ് ഭക്ഷ്യവസ്തുക്കളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. സോ ഇത് റോങ് ആണ്. ഇനി സോൾട്ട് അബ്സോർബ്സ് വാട്ടർ ഫ്രം ദ സെൽസ് ഓഫ് മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ്, മൈക്രോ ഓർഗാനിസം ഗെറ്റ് ഡിസ്ട്രോയിഡ് വെൻ ദെയർ സെൽസ് ലോസ് വാട്ടർ, അതായത് സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലെ ജലാംശം ഉപ്പ് വെള്ളത്തിലേക്ക് പ്രവഹിക്കുന്നതിനാൽ സൂക്ഷ്മജീവികൾ നശിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപ്പ് ലായനിയിൽ നെല്ലിക്ക, നാരങ്ങ, ഇങ്ങനെയുള്ള മാങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇനി സോൾട്ട് സൊല്യൂഷൻ ഫ്ലോ ഇൻ ദ സെൽ മൈക്രോ ഓർഗാനിസം ആൻഡ് ദിസ് കിൽ ദം, അതായത് ഉപ്പ് വെള്ളം സൂക്ഷ്മജീവികളിലേക്ക് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലേക്ക് പ്രവഹിച്ച് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണോ? അല്ല, അതല്ല നടക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്, അവിടെ നമ്മളുടെ കോശത്തിനകത്ത്, അതായത് സോൾട്ട് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സൂക്ഷ്മജീവികളിലെ വാട്ടർ എത്താണ് ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി എന്താണ്, റോങ് ആണ്. നമുക്ക് പലപ്പോഴും ഇവിടെ ഒരു റോങ് ആവാൻ ചാൻസ് ഉള്ളതാണ്. ഇതോ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നോക്കുക. പോയ്സൺ ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ കിൽസ് ദ മൈക്രോ ഓർഗാനിസം, അതായത് ഉപ്പിലെ വിഷാംശം സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പ് കഴിക്കുന്നതാണ് അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വിഷാംശം വരുന്നതാണ്. വിഷം ഉണ്ടോ ഉപ്പിൽ? ഇല്ല. സോ ഓപ്ഷൻ ഡി എന്താണ്, റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നു. അടുത്തൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളാണ് കമൻറ്റ് ഡൗൺ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ടു കൺവേർട്ട് ഇൻ ടു കൊപ്ര വൈ ദ കോക്കനട്ട് ഈസ് ബ്രോക്കൺ ആൻഡ് സൺ ഡ്രൈഡ്, അതായത് കൊപ്രയാക്കി മാറ്റാൻ നാളികേരം ഉടച്ച് വെയിലത്ത് വെക്കാറുണ്ടല്ലോ, എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടു റിമൂവ് ദ വാട്ടർ കണ്ടന്റ് ഫ്രം ഇറ്റ്, അതായത് അതിൽ ജലാംശം നീക്കുന്നതിനാണെന്ന് പറയുന്നുണ്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദ കളർ, നിറം ലഭിക്കുന്നതിനാണെന്ന് പറയുന്നുണ്ട്. ടു ഗെറ്റ് മോർ കോക്കനട്ട് ഓയിൽ, കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനാണെന്ന് പറയുന്നുണ്ട്. ടു എൻഷുർ ദ ഫ്രാഗ്രൻസ് ഓഫ് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വാസന ലഭിക്കുന്നതിനാണ് നമ്മൾ അതിനെ ഡ്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉണക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ വെയിലത്ത് വെക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതാണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ വീഡിയോസ്, ബേസിക് സയൻസ് ആവട്ടെ, നമ്മളെ മാത്സ് ആവട്ടെ, മലയാളം ആവട്ടെ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് അധികം വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈവുകൾ, മെൻറ്റികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള മെൻറ്റി എന്നാണ്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എന്നാണ് വരുന്നത്, ഏതൊക്കെ ക്ലാസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ലിങ്കിൽ നിങ്ങളൊന്ന്, ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.